നമ്മുടെ ആശുപത്രികളുടെ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത് വളരെയധികം അഴിമതികൾ കുടികുത്തി വാഴുന്നുണ്ട്. നമ്മളത് കണ്ടില്ല എന്ന് പലപ്പോഴും നടിച്ചങ്ങ് പോകും. നമുക്കെന്താ കാര്യം എന്നവരോ പലപ്പോഴും തോന്നും. ഇതിൻ്റെ കാരണങ്ങളെയൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് വന്നേക്കുന്ന ഒരു റിപ്പോർട്ട് വളരെയേറെ ഗൗരവം അർഹിക്കുന്ന ഒന്നാണ്. ഒരാശുപത്രിയും ഒരു ഫെസിലിറ്റേറ്റർ, പേഷ്യൻ്റ് ഫെസിലിറ്റേറ്റർ, രോഗിയെ കൊണ്ട് കൊടുക്കുന്നവനും തമ്മിലുള്ള ഒരു കരാർ, റിട്ടേൺ എഗ്രിമെൻ്റ് അത് പുറത്തായി. അപ്പോൾ അത് വളരെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നേരത്തെ ഇത് ഒരെണ്ണം, ഇനി ഇത് കൂടാതെ ഈ പല നന്മ മരങ്ങളെന്നുള്ള പേരിൽ കുറേ അവന്മാർ നടന്ന് അങ്ങോട്ട് ആരെങ്കിലും ഇതുപോലെ ഒരു കിഡ്നി മാറ്റണം, അല്ലെന്നുണ്ടെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണം, പണത്തിന് നിവൃത്തിയില്ലാത്ത ആളുകൾ, പാവപ്പെട്ട ആളുകൾ, അവരുടെ എങ്ങാണ് ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് അവരെ സമീപിക്കുക, എന്നിട്ട് അത് ഞങ്ങൾ പൈസ എടുക്കും, റെഡിയാക്കി എടുക്കാം, ക്രൗഡ് ഫണ്ടിങ് ആണ് എന്ന് പറയുന്നത്, ക്രൗഡ് ഫണ്ടിങ് ആണ്, അത് എടുത്ത് റെഡിയാക്കി കൊടുക്കാം. ഒരുപാട് ആളുകൾ, അഭ്യുദയകാംക്ഷികൾ എൻ്റെ കയ്യിലുണ്ട്, ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് പൈസ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടത് ഇത്ര രൂപ, അതായത് ഒരു 25 ലക്ഷം രൂപ വേണ്ടത് കൊണ്ടിരിക്കട്ടെ, അത് അപ്പോൾ നിങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി അത്രയും രൂപയാണ്, ബാക്കി പണം വരുമ്പോൾ അതിന് ഞാൻ പറയുമ്പോൾ ചെക്ക് തരണം. ഈ രീതിയിലുമൊക്കെ പറഞ്ഞ പോലെ നന്മ മരങ്ങളെന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നവന്മാർ പിൽക്കാലത്ത് ഒന്നുമില്ലാതെ ഇരുന്ന ഈ നന്മ മരങ്ങളുണ്ടല്ലോ, അവനൊക്കെ വളരെ വലിയ കോടീശ്വരന്മാരായിട്ട് ഇപ്പം നടക്കുന്നുണ്ട്. ആളുകളുടെ കയ്യിൽ നിന്ന് ഇതേപോലെ കാശ് പിരിച്ച് കൊണ്ടു നടക്കുന്നതാണത്. അപ്പോൾ അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ ഈ നന്മ മരങ്ങളുടെ ഈ കുഴപ്പം. നന്മ മരങ്ങൾ എന്ന് പറഞ്ഞുള്ള ആ പേരിൽ ഇവന്മാർക്കെല്ലാം പല ഹോസ്പിറ്റലുകളുമായിട്ട് ടൈപ്പ്. അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പം നമ്മൾ കണ്ടത്. നജീബ് കല്ലാസ് എന്ന് പറയുന്ന ഒരു കല്ലാസ് ഇൻഫ്രാസ്ട്രക്ചറോ എന്നങ്ങണ്ടോ ആണൊരു പേര്, മെഡിക്കൽ ടൂറിസം വിഭാഗത്തിൽ ഉള്ള ഒരാളാണ് അയാൾ ഇപ്പോൾ ഇതേപോലെ ഈ അവയവമാറ്റത്തിൻ്റെയൊക്കെ ആ കേസിലെ മുഖ്യ പ്രതിയാണ് അയാളുമായിട്ട് ഇവിടെ ഒരു കരാർ, അതായത് ഈ നമ്മുടെ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം, അവരും ഈ നജീബുമായിട്ട് ഒരു കരാറ്. ആ കരാറെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ലിവർ മാറ്റത്തിന്, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരാളെ കൊണ്ട് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ഒരുത്തനെ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് 1 ലക്ഷം രൂപ. കിഡ്നി വൃക്ക മാറ്റി വെക്കാനാണെങ്കിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 50,000 രൂപ. അപ്പോൾ ഈ രോഗിയുടെ നിന്ന് പിടിച്ചു പറിക്കുന്ന കാശുണ്ടല്ലോ, കള്ളത്തരം പറഞ്ഞ് വാങ്ങിക്കുന്ന പൈസ പല ആശുപത്രികളും ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇതുപോലെ ഞാൻ ആദ്യം കണ്ടിട്ടില്ല. ഇങ്ങനൊരു എഗ്രിമെൻ്റ് എഴുതാൻ ആരും ധൈര്യപ്പെടാറുമില്ല. അപ്പോൾ ഇതേപോലെ ഒരു എഗ്രിമെൻറ്റും എഴുതി വെച്ചിട്ട് ആണ് ഇവനുമായിട്ടുള്ള ഇടപാട്. ഇതേപോലെ വലിയ അവയവ തട്ടിപ്പ് കേസിനകത്ത് പ്രതിയായിട്ടിരിക്കുന്ന ഒരുത്തനുമായിട്ട് ഉള്ള ഒരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻ്റ് പുറത്തു വന്നു. എവിടെ വരെ നമ്മുടെ ആതുര ശുശ്രൂഷ രംഗം പോകുന്നൊന്നും ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അതിനൊക്കെ പലപ്പോഴും പലർക്കും കടിഞ്ഞാണിടേണ്ടതാണ്. തോന്നിവാസം പോലെ ആളുകളെ പിഴിയുന്ന ചിലരുണ്ട്, അതേ ഉള്ളൂ. നല്ല രീതിയിൽ നടക്കുന്ന ഒരുപാട് ആശുപത്രികളുണ്ട്, ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. വളരെ നല്ല രീതിയിൽ അന്തസ്സായിട്ട് നടത്തുന്ന ഒരുപാട് ആശുപത്രികളുണ്ട്. പക്ഷേ ഇതേപോലെ ആളിനെ പിടിച്ചോണ്ട് വന്നില്ലെങ്കിൽ അവർക്ക് ആളിനെ കിട്ടത്തില്ല. അതാണ് കാര്യം. അപ്പോൾ ഈ അവയവമാറ്റത്തിനൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും പബ്ലിസിറ്റി ഒന്നും കൊടുത്ത് ഒന്നും ചെയ്യാറൊന്നുമില്ല. കാരണം ഇതിൽ തൊട്ട് കൈ പൊള്ളിയിട്ടുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. അപ്പോൾ അവരെന്താണെന്നറിയാം, അവരിപ്പോൾ പറയുന്നത് വളരെ നിർബന്ധമായിട്ട് വന്നാൽ മാത്രമേ എടുക്കും, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ നേരെ മറിച്ച് ഇതുപോലെ പരസ്യം കൊടുത്ത്, അതായത് ഈ പരസ്യം കൊടുക്കുന്ന ആരാ? യവന്മാരെ കൊണ്ടുപോയി പരസ്യം കൊടുത്തോളും. പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തുള്ള ആശുപത്രികൾ വഴി, അവിടുത്തെ ഏജൻസ് വഴി, ഇവരൊക്കെ ഒരുപാട് ഏജൻസ് ഉണ്ട്. യവൻ വഴിയൊക്കെയാണ് ഈ ഈ തട്ടിപ്പിനകത്ത് ആളുകളെ പിടിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നതിനാണ്
ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അതിന് 1,00,000 രൂപ, ഒരു വൃക്ക ട്രാൻസ്പ്ലാന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ 50,000 രൂപ. ഏതായാലും ആൾക്ക് ആകെ 2 വൃക്കയേ ഉള്ളൂ. അതിൽ നിന്ന് ഒരെണ്ണം അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ അത് മുളച്ചു വരുത്തൊന്നുമില്ല. രണ്ടാമത് അതിന് ഒരു തവണ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നേരത്തെ തന്നെ, ഇപ്പോഴൊന്നും അല്ല, ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഇവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ നന്മമരങ്ങൾ ഇവരുമായിട്ട് ഈ ഹോസ്പിറ്റൽസുമായിട്ടെല്ലാം ഒരു വലിയ ടൈപ്പ് ഉണ്ട് ഇവന്മാർക്ക്. അതായത് സാധാരണഗതിയിലെ ഒരു ട്രീറ്റ്മെൻറ്റിന് ഒരു 15 ലക്ഷം രൂപ വരുമെങ്കിൽ ഈ നന്മമരം കൊണ്ടു കൊടുക്കുന്നതിന് ഈ ആശുപത്രിക്കാർ ഒരു 25 ലക്ഷം രൂപ വാങ്ങിക്കും. അതിൻ്റെ കാര്യം അവർക്കറിയാം, യവന്മാർക്ക് അതുപോലെ പൈസ കിട്ടുന്ന വിവരം അവർക്കറിയാം. അതുകൊണ്ട് അവർ വിചാരിക്കുക, എടാ ഇതിപ്പോൾ ഞങ്ങളായിട്ട്, കാരണം ഇവനിതുമായിട്ട് റെഡിയാക്കി കൊടുക്കണമല്ലോ, അപ്പോൾ ഈ പൈസ വരുന്നത് ഇതിലോട്ട് പോവും, അവർ എടുത്തങ്ങ് ചെയ്യുകയും ചെയ്യും. അപ്പോഴത്തേക്ക് ഒരുപാട് പൈസ വിദേശത്തു നിന്നൊക്കെ ഈ പ്രവാസികളൊക്കെ എന്നൊക്കെ പറയുന്നത് അവർ വളരെ കഷ്ടപ്പെട്ട് അവിടെ ഉണ്ടാക്കുന്ന കാശാണ്. അവർ ചോര നീരാക്കി ഉണ്ടാക്കുന്ന പൈസ ഇവൻ നല്ലവനാന്ന് വിചാരിച്ച് കൊടുക്കുന്നതാണ്. ഇവനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തൂർത്തടിക്കുന്ന മാർഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് ഞാനത് പറയുന്നില്ല, കാരണം അത് ആളിനെ തിരിച്ചറിയാൻ ഇപ്പം എനിക്ക് താല്പര്യമില്ല തിരിച്ചറിയിക്കാൻ. കുറേ എണ്ണമുണ്ട് ഇവിടെ, എനിക്കറിയാവുന്ന കുറേ എണ്ണമുണ്ട്. അതിൽ മേജറായിട്ട് നടത്തുന്ന ഒരുത്തനുണ്ട്. അവനൊക്കെ ഇപ്പോൾ ഒന്നുമില്ലാതെ നടന്ന് വെറുതെ വായി നോക്കി വളരെ അഴുക്കായ ഉടുപ്പ് ഇട്ടുകൊണ്ടൊക്കെ നടന്ന ഒരുത്തൻ ഇപ്പോൾ ഉടയാത്ത നല്ല ഷർട്ടുകൾ അതുമൊക്കെ ഇട്ട് ഓരോ മണിക്കൂറിൽ ഷർട്ട് മാറും. ഒരു 2 മാസം കൂടുമ്പോൾ അവൻ്റെ കാറ് മാറും. കാരണം ഇഷ്ടംപോലെ പണമുണ്ടല്ലോ. അതാണ് നടക്കുന്നത്. ഇനി അത് പോട്ടെ. ഇവിടെ ഇതേപോലെ ഈ കിഡ്നി കച്ചവടം, ഈ കിഡ്നിയൊക്കെ ഇതുപോലെ വൃക്ക ഇതുപോലെ വേണ്ടവരെയൊക്കെ ആണെങ്കിൽ പണ്ടാണെങ്കിൽ അത് വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കുമായിരുന്നു. ഒന്നുകിൽ ബന്ധുക്കൾ ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ സൗജന്യമായിട്ട് ഇത് കൊടുക്കാൻ അയാളുടെ സുഹൃത്തുക്കൾ തയ്യാറാവണം. ഇതൊരു സുഹൃത്ത് ബന്ധവുമില്ല, ഇത് ആളുകൾക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. ഈ പൈസ കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് പോയി റെഡിയാക്കുക, ഒരു കിഡ്നി കൊടുക്കാൻ ഉണ്ട്. കാരണം അവർക്ക് വേറെ നിവർത്തിയില്ല. അപ്പോൾ കിഡ്നി വിറ്റ് ജീവിക്കാൻ പോലും അവർ തയ്യാറാവും. അങ്ങനത്തെ ഒരാളുടെ അടുത്ത് ചെന്ന് പറയും, ഒരു 6 ലക്ഷം രൂപ തന്നേക്കാം. അവർക്ക് അത് മതി, അത് സമ്മതിക്കും. വേറെ നിവർത്തിയില്ലാതിരിക്കുകയാണ്. ഇവനെ ആ കിഡ്നിക്ക് കൊടുക്കാൻ വാങ്ങിക്കുന്ന 15 ലക്ഷം രൂപയാണ്. ചിലപ്പോൾ അത് 20-25 വരെയൊക്കെ പോകും. വാങ്ങിച്ചിട്ട് ഈ കിഡ്നി കൊടുക്കുന്ന ആൾക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 6 ലക്ഷം രൂപയാണ്. അത് കൊടുത്താലായി കൊടുത്തില്ലേലായി. ഇതാണ് കാര്യം. ഒരിക്കൽ എനിക്കറിയാവുന്നത് ഒരു ഭാര്യയും ഭർത്താവും, അവർ കുഞ്ഞുങ്ങളില്ല, അവർ കല്യാണം കഴിച്ച് കുറച്ചേ ആയുള്ളൂ. അവനൊരു വൃത്തികെട്ടവനാണ്. അവൻ ഈ പെണ്ണിനെ എന്ന് എടുത്തിട്ട് ഉപദ്രവിക്കുകയും ചെയ്യും. അവസാനം ഒന്നുമില്ല, പട്ടിണിയായപ്പോൾ നീ അവന് കിഡ്നി വിൽക്ക് എന്ന് പറഞ്ഞു. ഈ പെണ്ണ് ഇതുപോലെ സമ്മതിച്ചു. ഇതിൻ്റെ കാശ് മുഴുവൻ അവൻ വാങ്ങി. ഈ ഭർത്താവ് എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ വാങ്ങിയിട്ട് എന്തെന്നറിയോ, അവൻ വേറൊരു പെണ്ണിനെ അടിച്ചുകൊണ്ടങ്ങ് പോയി. ഇവൾ ആശുപത്രി കിടക്കുമ്പോഴാണ്, ഈ പെണ്ണ് ഈ കിഡ്നി മാറ്റിയതിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് ഇവൻ പോയത്. അത് വലിയ കേസായിട്ട് വന്നു. അവസാനം ഏതായാലും ശരി, ഞാൻ ആ പൈസ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റി. എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെക്ഷൻ ജഡ്ജി ആയിട്ടിരിക്കുമ്പോൾ അത് എങ്ങനെയാണ് വാങ്ങിച്ചു കൊടുത്തതെന്നുള്ളത് ഞാൻ പിന്നെ ഒരു അവസരത്തിൽ പറഞ്ഞുതരാം. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതവിടെ വിടുകയാണ്. ഏതായാലും ശരി, ഈ പ്രവണതകൾ അവസാനിപ്പിക്കണം, അത്യന്താപേക്ഷിതമാണ്.